ഹായ് മക്കളെ, ലോകത്ത് ടൈം ടേബിൾ ഉണ്ടാക്കുന്ന ആൾക്കാരെ രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കാം. ഒന്നാമത്തെ ആൾക്കാർ ടൈം ടേബിൾ ഉണ്ടാക്കുന്നത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നു, വളരെ കുറച്ചൊരു 5% ആൾക്കാരുണ്ട്. ആൻഡ് രണ്ടാമത്തെ ആൾക്കാരോ വലിയ കാര്യമായിട്ട് ടൈം ടേബിളൊക്കെ ഉണ്ടാക്കും. ആദ്യത്തെ ദിവസം തന്നെ 8 നിലയിൽ പൊട്ടും. അതോടുകൂടി എന്താണ്, ടൈം ടേബിൾ ഉണ്ടാക്കുന്ന പരിപാടി തന്നെ നിർത്തും. ചിലപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് അടക്കം ചിലർ ഇതൊക്കെ ഞാൻ കുറേ കേട്ടിട്ടുണ്ട് എന്ന് കരുതുന്നുണ്ടാവും അല്ലേ. കാരണം ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് അത് വളരെ സക്സസ്ഫുള്ളി പൊട്ടിയ ആൾക്കാരാണ് എന്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ, ലൈക്ക് 95%. നിങ്ങൾ ഇതിൽ ഏത് ടൈപ്പിലാണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, നമുക്ക് നോക്കാം. ആൻഡ് ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് CBSE ക്ലാസ് 10th പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരിക്കലും പൊട്ടാത്തെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഏറ്റവും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്ന ഒരു ടൈം ടേബിൾ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ, റെഡി അല്ലേ? ആൻഡ് ആദ്യമായിട്ട് ഞാൻ ഇപ്പം തന്നെ നിങ്ങളോട് പറയാണ്, നിങ്ങൾ ഒരു പോയിൻ്റായിട്ട് ഇവിടെ എഴുതി എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ വെറുതെ ബേജാറാവേണ്ട, പാനിക് ആവേണ്ട സമയമൊന്നും ആയിട്ടില്ല കേട്ടോ. അതായത് 7 മാസവും കൂടി ഇനി ഏറ്റവും മിനിമം എന്തുണ്ട്, നിങ്ങളുടെ ബോർഡ് എക്സാമിനുണ്ട്. ആൻഡ് ആ 7 മാസം ഉണ്ട് എന്നുള്ള രീതിയിൽ ഇപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടു, ടൈം ടേബിളൊക്കെ ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ. ആൻഡ് ടൈം ടേബിളിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു ഫ്രെയിം വർക്ക്, ഒരു ടൈം ഫ്രെയിം വർക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് ഞാനിപ്പം നിങ്ങളോട് എന്ത് ചെയ്യുന്നില്ല, നിങ്ങൾ രാവിലെ എഴുന്നേൽക്കണമെന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ രാത്രി ലേറ്റായി പഠിക്കണം എന്ന് പറഞ്ഞാൽ ഒന്നും ഞാൻ പറയുന്നില്ല. അതായത് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് ഈ ഒരു ഫസ്റ്റ് പോയിന്റ് അതാണ്. ഈ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളുടെ ഒരു റുട്ടീനും നിങ്ങൾ മാറ്റരുത്. റുട്ടീൻ മാറ്റിയോ തീർന്നു. അത് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. ഇപ്പം ഒരു ഉദാഹരണത്തിന്, ഇന്നിപ്പം നിങ്ങൾ ടൈം ടേബിൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. നിങ്ങൾ ടൈം ടേബിൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെരുപ്പിടാൻ പാടില്ല, ഞാനൊരു ചെരുപ്പിട്ടേ. ഓക്കെ, ടൈം ടേബിൾ ഉണ്ടാക്കാൻ ഞാനിവിടെ അയച്ചു വെച്ചിട്ടുണ്ട്. അയച്ചു വെച്ചാൽ കുഴപ്പമില്ല അല്ലേ, ടോപ്പിക്ക് മാറില്ല. ടൈം ടേബിൾ ഉണ്ടാക്കാൻ തീരുമാനിക്കുമ്പോൾ ഒരാൾ ഓക്കെ എന്നാൽ സാധാരണ 7 മണിക്കാണ് എണീക്കുന്നത്. ടൈം ടേബിളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യുക, 7 മണിക്കൊന്നും എണീറ്റാൽ ഒരു 5 മണിക്ക് എണീക്കാൻ പറഞ്ഞാൽ 5 മണി സ്റ്റഡി മാത്സ് എന്നൊക്കെ എഴുതും. നമ്മൾ എഴുന്നേക്കോ 7 മണിക്കോ 7:30 ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ ടൈം ടേബിൾ പൊട്ടും. അതോടുകൂടി നമ്മൾ അത് ഫോളോ ചെയ്യില്ല. അതുകൊണ്ട് എനിക്ക് ആദ്യം പറയാനുള്ളത്, നിങ്ങൾ ഇപ്പോഴത്തെ റൂട്ടീൻ അതെത്ര മോശമാണെങ്കിലും സാരമില്ല, അത് വെച്ച് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഒരു ആവറേജ് സ്റ്റുഡൻറ്റിൻ്റെ റുട്ടീനായിട്ട് ഞാൻ എക്സ്പെക്ട് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമൊക്കെ ഉണ്ടാവില്ല. നിങ്ങളെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഒരു 6 മണിക്ക് നമ്മൾ എഴുന്നേക്കുന്നു. ഒരു 6 മണിക്ക് നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു 6 മണി മുതൽ 7 മണി ഞാൻ ഈ പച്ച കളറൊക്കെ കൊടുത്താണ് സ്റ്റഡി കേട്ടോ. ഒരു മണിക്കൂർ രാവിലെ. ഓക്കെ, 7 മണിക്ക് ഇപ്പം സ്കൂൾ ബസ്സൊക്കെ ആണെങ്കിൽ 8 മണിക്കൊക്കെ സ്കൂൾ ബസ് വരുമായിരിക്കും. 7 മണിക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഫ്രഷ് ആയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാൻ പോയിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനാവില്ല, സ്കൂൾ ബസ് കിട്ടില്ല. അപ്പോൾ 7 മണി മുതൽ 5 മണിക്ക് വീട്ടിലെത്തുന്നവരെ സ്കൂളാണ്. അവിടെ എന്തെങ്കിലും നമുക്ക് പഠനവും കാര്യങ്ങളൊന്നും അല്ല, പഠനമല്ല, സ്കൂളിൽ നിന്നൊക്കെ പഠിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, ആൻഡ് 5 മണി മുതൽ 7 മണി വരെ ഇപ്പം എന്നെ സംബന്ധിച്ചാണ് ചിലപ്പോൾ കുറച്ച് റെസ്റ്റ് എടുക്കായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും വായിക്കായിരിക്കും, ചിലപ്പോൾ ഫോൺ നോക്കി കളിക്കായിരിക്കും, ചിലപ്പോൾ പുറത്ത് പോയി കളിക്കുന്നുണ്ട്, ചിലപ്പോൾ ജിം ഉണ്ടാവും. അങ്ങനെ ചിലപ്പോൾ നിസ്കാരം ഉണ്ടാവും, പ്രാർത്ഥന ഉണ്ടാവും, ക്ലാസ്സുകൾ ഉണ്ടാവും. അതൊക്കെ ആയിട്ട് എന്താണ് 5 to 7 നമ്മളെ പഠിത്തവും കാര്യങ്ങളൊന്നുമല്ല. ഓക്കെ, ആൻഡ് 7 to 8:30 ഒരു 1.5 മണിക്കൂറും കൂടെ പഠിക്കാം, 1.5. ഓക്കെ, പിന്നെ 8:30 to 9 ഒരു ബ്രേക്കിന് ഞാൻ ടൈം ടേബിൾ ഉണ്ടാക്കുകയാണല്ലോ. ഇത് വേണം എനിക്ക് 7 to 10 3 മണിക്കൂർ ഇരുന്നുണ്ടായിരുന്നു, പക്ഷേ അതിലൊരു ഗുമ്മില്ല. ഒരു 8:30 to 9 ഒരു ബ്രേക്ക് ഉള്ളത് എന്തായാലും നല്ലതാണ്. ഞാൻ ഡിന്നറിന് വേണ്ടി ബ്രേക്ക് കൊടുക്കുന്നു. ആൻഡ് ലാസ്റ്റ് 9 to 10 സ്റ്റഡി, 1 മണിക്കൂറും കൂടെ. ഇത്ര ഞാൻ പഠിക്കുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ 3.5 മണിക്കൂറാണ് ഞാൻ പഠിക്കുന്നത്. നിങ്ങളിപ്പോൾ എങ്ങനത്തെ ഷെഡ്യൂളാണെങ്കിലും അൾട്ടിമേറ്റ്ലി നിങ്ങൾക്കൊരു 3.5 മണിക്കൂറൊക്കെ നിങ്ങൾക്ക് കിട്ടൂലേ, ശരിയല്ലേ? ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ഫ്രെയിം വർക്ക്. ഇതാണ് നിങ്ങൾ ഏറ്റവും ആദ്യം ഉണ്ടാക്കേണ്ട ഒരു കാര്യം. ഓക്കെ, അതായത് ഇവിടെ എന്താ പഠിക്കുന്നതൊന്നുമില്ല, നമ്മൾ പഠിക്കുന്ന സമയം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. 3 ബ്ലോക്കായിട്ട് ഒരു ദിവസം ഞാൻ പഠിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് 2 ബ്ലോക്കായിരിക്കും, ചിലപ്പോൾ 4 ബ്ലോക്കായിരിക്കും. അൾട്ടിമേറ്റ്ലി കുറച്ച് സമയം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അത് ഇപ്പം നിങ്ങൾ പഠിക്കാൻ തീരുമാനിച്ച സാധനം തന്നെയാണെങ്കിൽ എന്തില്ല, വലിയ പ്രശ്നമൊന്നുമില്ല. റെഡിയല്ലേ? ഇനി ഈ ബ്ലോക്കുകൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് അടുത്തത്. ഒന്നാമത്തെ പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ പാനിക് ആവേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങളിപ്പോൾ നിങ്ങൾ 10 മണിക്കൂർ ഇപ്പോൾ ഉറങ്ങുന്നതിൻ്റെ 10 മണിക്കൂർ ഉറങ്ങിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഉണർന്നിരിക്കുന്ന സമയം യൂട്ടിലൈസ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിച്ചാൽ മതി. ആൻഡ് രണ്ടാമത്തത്, ഇതിൽ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യം കൊടുക്കരുത്. അതാണ് ടൈം ടേബിൾ ഏറ്റവും ആദ്യം പൊട്ടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ വിചാരിക്കും ടൈം ടേബിളൊക്കെ ഉണ്ടാക്കിയല്ലേ കുറച്ച് നേരത്തെ എഴുന്നേറ്റില്ല, പറ്റൂല. ഫസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ നോർമൽ സ്ഥാനത്ത് തന്നെ ചെയ്യുക. ആൻഡ് അടുത്തത് 3ാമത്തെ കേസ്, നിങ്ങളുടെ ഹാപ്പിനെസ്സിൻ്റെ ഒരു P കുറഞ്ഞു വിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നില്ലേ. ഞാൻ എഴുതി കഴിഞ്ഞപ്പോൾ ഓർമ്മ, അപ്പോൾ P ഇവിടെ കിട്ടാം. നമ്മുടെ സന്തോഷം എന്ത് ചെയ്യണ്ട, ഒരു രീതിയിലും നമ്മൾ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. അതായത് ഫ്രണ്ട്സിനോട് ചാറ്റ് ചെയ്യുന്ന കുറച്ച് സമയമുണ്ട്, അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കുന്ന സമയമുണ്ട്, ഫുട്ബോൾ കളിക്കുന്നത്. ഇപ്പോൾ വേൾഡ് കപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ നിങ്ങളുടെ ടൈം ടേബിൾ എന്ത് ചെയ്യാം, വേൾഡ് കപ്പുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾ ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അതേപോലെ തന്നെ എന്താ പറയുക,
പിന്നെ ഫോണിൽ നോക്കി കളിക്കുക, അതൊക്കെ നിങ്ങൾ ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അവിടെ ഒരു ചെറിയ കാര്യങ്ങളെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോണിനെ കുറിച്ച് നിങ്ങൾ ബിവെയർ ആയിരിക്കണം. അതായത് നിങ്ങളിപ്പോൾ ഈ പഠിക്കുന്ന സമയം ഉണ്ടല്ലോടാ, ഉദാഹരണത്തിന് ഈ 7 to 8:30 ശേഷം ഒരു അരമണിക്കൂർ ബ്രേക്ക് എടുത്തിട്ട് 9 to 10 നിങ്ങൾ വീണ്ടും പഠിക്കുകയാണെങ്കിൽ ഈ അരമണിക്കൂറിൽ നിങ്ങളൊന്ന് ഇൻസ്റ്റ കാണാൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും എന്ന് വെച്ചാൽ ഈ 9 to 10 പിന്നെ നടക്കൂല. ഈ 9 to 10 പിന്നെ എന്ത് ചെയ്യില്ല, നടക്കൂല. കാരണം അത് അതേപോലെ അങ്ങ് പോകും. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പഠനത്തിൻ്റെ സമയം. അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് എന്ത്, രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ മോർണിംഗ് റുട്ടീൻസ് കഴിഞ്ഞ് ഉടനെ എന്ത് ചെയ്യുക, ഫോൺ നോക്കാതെ, അതായത് സ്കൂളിൽ പോയി തിരിച്ചു വരുന്നതിന് ശരിക്കും നിങ്ങൾ ഫോൺ നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് ഇത് ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതേ സ്ഥാനത്ത് പണ്ടൊക്കെ ഞാൻ കോളേജിൽ പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ രാത്രി ഉറങ്ങുന്നവരെ മെസ്സേജ് അയച്ച് ഓളെ റിപ്ലൈ കിട്ടുന്നതിന് മുമ്പേക്കായിരിക്കും ഞാൻ കിടന്നത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് എൻ്റെ സ്വപ്നം എന്താ, ഫോൺ നോക്കി റിപ്ലൈ വന്നിട്ടുണ്ടെന്നൊക്കെ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതൊക്കെ ആദ്യം ഉറക്കിയിട്ടൊക്കെ കിടന്നുറങ്ങുക, രാവിലെ റിപ്ലൈക്ക് വേണ്ടി പ്രതീക്ഷിച്ചു. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായി. അതായത് ദ തിങ് ഈസ് ദാറ്റ് ഈ ഏർലി മോർണിംഗുള്ള സമയത്തും ഈ പഠനത്തിന് ഇടയിലുള്ള സമയത്ത് നിങ്ങൾ ഫോണിൽ എന്ത് ചെയ്യരുത്, ചാറ്റായിട്ടോ സോഷ്യൽ മീഡിയ ആയിട്ടോ കണ്ടന്റ് കൺസ്യൂം ചെയ്യാനോ നിങ്ങൾ നിൽക്കരുത്. അല്ലാത്ത സമയത്ത് ഇപ്പോൾ ഈ സമയം നിങ്ങൾ എന്ത് ചെയ്ത് ഫുള്ള് ഫോൺ നോക്കിക്കുക, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ആ സാധനം ക്ലിയർ അല്ലേ? അപ്പം ഇങ്ങനെ എന്ത് ചെയ്യണം, നിങ്ങളെ ഫ്രെയിം വർക്ക് നിങ്ങൾ സെറ്റ് ചെയ്യണം. ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ടാർഗറ്റുകൾ ഉണ്ടാക്കുകയാണ്. അതായത് അടുത്ത മണ്ടത്തിൽ ആൾക്കാർ ഇപ്പോൾ മറ്റേ ടൈം ടേബിൾ പൊട്ടാനുള്ള കാരണം വെച്ചാൽ അവരിവിടെ എന്ത് ചെയ്യും, ഇവിടെ അങ്ങോട്ട് എഴുതും എന്ത് 6 to 7 ഞാൻ സ്റ്റഡി മാത്സ് എന്നുള്ളത്. പക്ഷേ അന്ന് എന്തായിരിക്കും, ചിലപ്പം സ്കൂൾ എക്സാം ആയിരിക്കും, അപ്പോൾ മാത്സ് തെറ്റും. അപ്പോൾ അങ്ങനെ മൊത്തം അതേപോലെ ഇവിടെ 7 to 8:30 പിന്നെ 1 മണിക്കൂർ സയൻസ്, 1 മണിക്കൂർ സോഷ്യൽ, ചിലപ്പോൾ എന്തായിരിക്കും പിറ്റേന്ന് ഹിന്ദീൻ്റെ എക്സാമോ അല്ലെങ്കിൽ ഹിന്ദീൻ്റെ എന്തെങ്കിലും ഹോംവർക്ക് ഉണ്ടാവും. അപ്പോൾ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ നമ്മൾ ഓരോ ദിവസമാണ് എന്ത് ചെയ്യുക, ഇന്ന് ഈ സ്ലോട്ട് എങ്ങനെയൊക്കെ ഫില്ല് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കുക. സാധനം മനസ്സിലായില്ലേ? അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക, ഫസ്റ്റ് ഈ മോർണിംഗ് നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുക മോർണിംഗ് പഠിക്കണം എന്നാണ്. ആൻഡ് അതിനെക്കുറിച്ചൊരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. അതായത് രാവിലെ പഠിക്കുന്നതാണോ നല്ലത്, രാത്രി പഠിക്കുന്നതാണോ നല്ലതെന്നുള്ള വളരെ സയൻറ്റിഫിക് ആയിട്ട് എനിക്ക് അതിൻ്റെ ആൻസർ അറിയാം. ഈ വീഡിയോൻ്റെ ടോപ്പിക് അതല്ലാത്തതാണ്, സ്കിപ്പ് ചെയ്യാണ്. അത് നിങ്ങൾ മോർണിംഗ് പഠിക്കുന്നുണ്ടെങ്കിൽ രാവിലെ എന്താ പഠിക്കുക എന്നുള്ളത് ഉറങ്ങുന്നതിന് മുന്നേ ഒന്നും അങ്ങോട്ട് തീരുമാനിക്കാം. അതിൻ്റെ ഒരു കാര്യം വെച്ചാൽ ഈ ഡിസിഷൻ പാരാലിസിസിന് പലപ്പോഴും നമുക്ക് ആ ഡിസിഷൻ എടുക്കാത്തതുകൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യാതിരിക്കുക. അത് രാവിലെ എന്നിട്ട് ഇന്നിനെ എപ്പോൾ പഠിക്കാമെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ പഠിക്കില്ല, ഇന്നിനി എന്താ പഠിക്കുക എന്നുള്ളത്. രാത്രി ഓക്കെ ഞാൻ നാളെ എന്ത് ചെയ്യാം, മാത്സിൽ ഈ പാഠം പഠിക്കുകയാണെന്ന് തീരുമാനിച്ചിട്ട് രാവിലെ എണീച്ച് അങ്ങ് ചെയ്താൽ മതി. ലോജിക്ക് മനസ്സിലല്ലേ? അപ്പം നിങ്ങൾ 2 സ്ലോട്ടായിട്ട് എന്ത് ചെയ്യുക, ഈ എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് തീരുമാനിക്കുക. ഒന്ന് രാവിലെ പഠിക്കുന്ന ആളാണെങ്കിൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് നാളെ എക്സാം ഉണ്ട് എന്ത് ചെയ്യുക, അതൊന്ന് റിവൈസ് ചെയ്യാം. എന്താണ് എനിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പം അതെന്താക്കാം, രാത്രി ഒന്ന് തീരുമാനിക്കാം. രണ്ടാമത്തെ കേസ്, രാത്രി നിങ്ങൾ പഠിക്കേണ്ടത് സ്കൂൾ വിട്ട് വന്നതിന് ശേഷം നിങ്ങൾ തീരുമാനം. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ നേരത്തെ പറഞ്ഞ ടൈം ടേബിളിൻ്റെ ഒക്കെ ഒരു പ്രധാന പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ ഈ സ്കൂൾ റിലേറ്റഡ് കുറേ വർക്കൊക്കെ ഉണ്ടാവും, ഹോം വർക്ക് ഉണ്ട്, അതുണ്ടാവും ഇതുണ്ടാവും. അപ്പം ഞാൻ എത്ര ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, സ്കൂളിലെ ടീച്ചർമാർ ഇല്ലാണ്ടായാലേ എന്ത് ചെയ്യുള്ളൂ, എനിക്കത് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അങ്ങനെ നിങ്ങൾ കരുതേണ്ട ആവശ്യമില്ല. അതായത് നിങ്ങളിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ 7 മാസമുള്ളതുകൊണ്ട് നിങ്ങളെ ഹോംവർക്കും സ്കൂൾ തരുന്ന എന്ത് കാര്യം എന്താണ് അൾട്ടിമേറ്റ്ലി നിങ്ങളെ പഠനം തന്നെയാണ്. അപ്പം ഈ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 2.5 മണിക്കൂറിൽ അത് ഫുള്ള് നിങ്ങൾ സ്കൂൾ ഹോംവർക്കോ നാളത്തെ എക്സാമിന് വേണ്ടി എന്ത് പഠിച്ചാലും കുഴപ്പമില്ല. പക്ഷേ അതെന്ത് ചെയ്യുക, സ്കൂൾ വിട്ട് വന്നതിന് ശേഷം നിങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിലെ കാര്യം നടക്കും, ടൈം ടേബിൾ ഫോളോ ചെയ്തില്ല എന്നുള്ള കുറ്റബോധം ഉണ്ടാവില്ല, വളരെ സ്മൂത്തായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. സോ റെഡി ആണല്ലോ? നിങ്ങളെ മോർണിംഗ് സ്ലോട്ട് നിങ്ങൾ തലേന്ന് രാത്രി ഫില്ല് ചെയ്യുക, അല്ല തലേന്ന് രാത്രി പ്ലാൻ ചെയ്യുക. ആൻഡ് ഈവനിങ് സ്ലോട്ടുകൾ സ്കൂൾ വിട്ട് വന്നതിന് ശേഷം ഇന്നത് പഠിക്കുക എന്നുള്ളത്. ഓക്കെ, റെഡി അല്ലേ? ആൻഡ് ഇനി അടുത്തൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഏറ്റവും ആദ്യം നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്താലും ഈ 100% അച്ചീവ് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ ഈ പ്രശ്നമൊക്കെ ഉള്ളൂ. അങ്ങനെ വിചാരമില്ലേ, കുഴപ്പമില്ല. ആദ്യം ഒരു 50% മതി, പിന്നെ അത് 60 അവസാനം ഓവർ എ പീരീഡ് എന്തായിക്കോളും അത് നല്ല രീതിയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെയൊക്കെ ലൈഫ്, ഇപ്പോൾ എൻ്റെയൊക്കെ എന്താണ്, ഇന്ന് ഈ വീഡിയോ എടുക്കേണ്ട അടക്കം എൻ്റെ ടൈം ടേബിളിലുള്ളതാണ്. പക്ഷേ ഇന്നലെ എന്തുണ്ട്, നീ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു, ഇന്നലെ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊക്കെ സംഭവിക്കും. ദാറ്റ്സ് പെർഫെക്റ്റ്ലി ഓക്കെ. ദ തിങ് ഈസ് ദാറ്റ് നമ്മളെ മുന്നിൽ 7 മാസം നമ്മളൊരു 3.5 മണിക്കൂർ ഡെയിലി, അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് 4 2 ഡെയിലി പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് എന്തായാലും നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ അത് മാത്രം നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. സോ കുറച്ചൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ തന്നെ യു ഷുഡ് ബി ഹാപ്പി. ആൻഡ് ഈ പറയുന്നതിൽ ഒരു കാര്യം ഞാൻ അഡീഷണലി ആഡ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, നമുക്കിവിടെ എവിടെയെങ്കിലുമൊക്കെ എന്ത് ചെയ്യണം, ഈ ഹോംവർക്കൊന്നും ഇല്ലാത്ത സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും സ്ട്രഗിൾ ചെയ്യുന്ന വീക്ക് സബ്ജക്റ്റിന് എന്ത് ചെയ്യുക, 1 മണിക്കൂർ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് ഭയങ്കര പെട്ടെന്ന് ഇങ്ങനെ കാണാൻ പറ്റും. അത് ഏർലി മോർണിംഗ് ആവാം, അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾക്ക് ഈ 7 to 8:30 ആവാം, അല്ലെങ്കിൽ ലാസ്റ്റ് 9 to 10 ആവാം. സോ 1 hour എന്ത് ചെയ്യുക, നിങ്ങൾ ഏറ്റവും വീക്ക്, എസ്പെഷ്യലി നിങ്ങൾക്ക് മാത്സ് ഒക്കെ ആണെങ്കിൽ മാത്സിൻ്റെ വീക്കായിട്ടുള്ള സാധനം നിങ്ങൾ ചെയ്യാം. അത് പറഞ്ഞപ്പോൾ കേട്ടോ,
നമ്മളിപ്പോൾ ഓൾറെഡി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ലൈവ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ അടുത്ത ആഴ്ച എന്ത് ചെയ്യുന്നുണ്ട്, ബാക്കി ചാപ്റ്റേഴ്സൊക്കെ വരുന്നുണ്ട്. സോ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ്, പുതിയ ചാനൽ എനിക്ക് തോന്നുന്നത് കുറച്ച് 3 ഡിജിറ്റ് ആയിട്ടേ ഉള്ളത് ഫോളോവേഴ്സൊക്കെ നമ്മൾ പഴയ ചാനലൊക്കെ ഒഴിവാക്കിയാണ്. യെസ്, അപ്പം മാത്സിൻ്റെ എല്ലാ കാര്യം ഈ ചാനലിൽ നമ്മൾ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പം 1 അവർ എന്ത് ചെയ്യും, നിങ്ങൾ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള സബ്ജക്റ്റിനും കൊടുക്കുക. ഇത്ര ചെയ്യേണ്ട ആവശ്യമില്ല. ടൈം ടേബിൾ സെറ്റായി ഇല്ല, ഈ ടൈം ടേബിൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നില്ലേ ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കാനും പറ്റും, നിങ്ങൾക്ക് ഫോളോ ചെയ്യാനും പറ്റും തോന്നില്ലേ? അതാണ് ഈ ടൈം ടേബിളിലെ ഗുണം. ആൻഡ് ലാസ്റ്റ് 2 പോയിന്റും കൂടെ പറയാണ്. ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഒരു ടോപ്പേഴ്സ് മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ഒരു വിന്നേഴ്സ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് ഇതിൻ്റെ കേസ് എന്താ വെച്ചാൽ, ഇപ്പം നമ്മൾ സ്കൂളിന് വിട്ടതിന് ശേഷം എന്താ തീരുമാനം, ഞാൻ 7 മണി മുതൽ 8:30 വരെ നാളെ സ്കൂള് മാത്സിൻ്റെ എക്സാം ഉണ്ട്, ആ ചാപ്റ്റർ പഠിക്കാൻ പോകണമെന്ന് നമ്മൾ തീരുമാനിക്കും. പക്ഷേ 7 മണിക്കായിരിക്കും നമ്മൾ കുടുംബക്കാർ വരുന്നത്. കുടുംബക്കാർ വന്നുമ്പോൾ അയ്യോ എന്താണെന്നൊക്കെ ചെയ്യും, ചിലപ്പോൾ ഒരു 8 മണിക്കൂർ പോവുകയും ചെയ്യും. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ 1.5 മണിക്കൂർ പോയി, ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ നമ്മൾ ആ 1/2 മണിക്കൂറും കൂടെ അങ്ങ് ഒഴിവാക്കും. ഇനി വേണമെങ്കിൽ എന്താ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ആ കുടുംബക്കാർ 2 പ്രാകലും പ്രാഗിയിട്ട് പണ്ടാരം അവർക്ക് വരാൻ കണ്ട ഒരു സമയം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളന്ന് തീരെ പഠിക്കില്ല. അത് ടോപ്പേഴ്സ് മൈൻഡ് അല്ലെ വിന്നേഴ്സ് മൈൻഡ് സെറ്റ്. വിന്നേഴ്സ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 7 മണി മുതൽ അവർ 8:15 വരെ നിന്നിട്ട് ആ 15 മിനിറ്റ് എന്ത് ചെയ്യുക, നമ്മൾ പഠിക്കും. അതിൻ്റെ ഗുണം എന്താ വെച്ചാൽ പിറ്റേന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, പിറ്റേന്ന് മാത്സിൻ്റെ പരീക്ഷയ്ക്ക് പോയി വിചാരിച്ചൊന്നും എഴുതാൻ പറ്റാതിരിക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര റിഗ്രറ്റ് ആയിരിക്കും, ഒന്നും ചെയ്തില്ല അവർ വന്നോണ്ടാ. അതേ സ്ഥാനത്ത് നമ്മളൊരു 15 മിനിറ്റെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ കാര്യത്തിൽ എന്താണ് നമ്മൾ ഹാപ്പി, ഞാൻ ആ 15 മിനിറ്റ് അങ്ങ് പഠിച്ചിട്ടുണ്ട്. ആ ഫീലിംഗ് ഉണ്ടല്ലോ നിങ്ങളെ വേറെ ലെവലിലേക്ക് എത്തിക്കും. സോ അതെന്ത് ചെയ്യുക, എത്ര കുറച്ച് മിനിറ്റ് ആണെങ്കിലും എന്ത് ഡിസ്ട്രാക്ഷൻ ഡീവിയേഷൻ വന്നാലും നിങ്ങൾക്ക് ബാക്കി കിട്ടുന്ന സമയം അത് 15 മിനിറ്റ് ആണെങ്കിൽ 15 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക എന്നുള്ളതാണ്. ഞാൻ ലാസ്റ്റ് ഇതൊരു സെപ്പറേറ്റ് വീഡിയോയുടെ പാർട്ടാണ്. റിവിഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു വീഡിയോ എന്തായാലും ഞാൻ ചെയ്യുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ അല്ലാത്ത കുറേ സമയമല്ലേ, സ്കൂൾ ഇൻ്റർവെൽ ടൈം, സ്കൂളിൽ ബസ്സിലിരിക്കുന്ന സമയം, അല്ലെങ്കിൽ റെസ്റ്റ് ടൈം, അന്നേരമൊക്കെ എന്താ വെച്ചാൽ ഈ പഠിച്ച കാര്യങ്ങൾ വെറുതെ ഒന്ന് ഓർത്തെടുക്കാൻ നോക്കാം. ട്രൈ ടു റീകോൾ ഇറ്റ്. അത് മാത്രം എന്ത് ചെയ്യുക, ജസ്റ്റ് ചെയ്യുക. ഇനിയിപ്പോൾ റീകോൾ ചെയ്തിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ പഠിക്കുന്ന സമയത്ത് അതൊന്നും എടുത്തു നോക്കി. ഇപ്പോൾ ഉദാഹരണത്തിന് മാത്സിലെ എന്താ പറയുക, മാത്സിലിപ്പോൾ എന്താ റീകോൾ ചെയ്യാനുള്ളത്, ട്രിഗണോമെട്രിയുടെ കുറേ ഐഡൻറ്റിറ്റീസ് ഉണ്ട്. ആ ഐഡൻറ്റിറ്റീസ് റീകോൾ ചെയ്ത് നോക്കുക. റീകോൾ ചെയ്യുമ്പോൾ കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, പിറ്റേന്ന് പഠിക്കുന്ന സമയത്ത് അതൊന്ന് എടുത്ത് നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു സൈഡിൽ നിന്ന് റിവിഷനും നടക്കും. റിവിഷൻ്റെ പ്രോപ്പർ പ്ലാൻ ഞാൻ ഫുൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാം ചെയ്യണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. പുതിയ ചാനലാണ്, അതായത് കഴിഞ്ഞ വർഷത്തെ CBSE ചാനലൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു, പക്ഷെ അതിനെന്തൊക്കെയോ പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മൾ ഫ്രഷ് ചാനൽ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. 2027 CBSE ക്ലാസ് 10th എക്സാം എഴുതുന്ന ആൾക്കാരാണ് നമ്മൾ കൂടെ ഉണ്ടാവും, കൈവിടില്ല. മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, സഹകരിക്കുക. ബൈ.